എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ വീഡിയോ ഒന്നും ചെയ്യാതെ ഇപ്പം ഞാനുള്ളത് വയനാട് ചൂരൽമല ദുരന്തത്തിൻ്റെ പുനരധിവാസനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീടുകൾ കൽപ്പറ്റ ടൗൺഷിപ്പിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്ലംബിംഗ് വർക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാട്ടിക്കണമെന്ന് എനിക്ക് തോന്നി. നമുക്കറിയാം ഇവിടെ ഒരുപാട് വീടുകൾ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 410 വീടുകൾ 5 സോണുകളിലായിട്ട്, ഇതിപ്പോൾ ഒരു സോണാണ്, ഇങ്ങനെ 5 സോണുകളിലായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ULCC എന്ന കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരുപാട് സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട്, ദുരിതാശ്വാസ ഫണ്ട്, ഇങ്ങനെ ഒരുപാട് ഫണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്വരൂപിച്ചിട്ട് ഒറ്റൊരു കമ്പനിക്കാണ് ഇതിൻ്റെ മൊത്തം വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇവിടെ സ്കൂളുകൾ, അംഗനവാടികൾ, മാർക്കറ്റ് ഒക്കെ ഈ ഒരു ഏരിയയിൽ, മൊത്തം ഈ ഒരു ഏരിയയിൽ ഇത് ഏകദേശം ഏക്കറക്കണക്കിന് സ്ഥലങ്ങളുണ്ട്. ഇതിന് മൊത്തം ഏരിയയിൽ ഈ ഒരു എല്ലാം ഒരു ടൗണിലൊക്കെ എന്തൊക്കെ വേണോ, മാർക്കറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ഏരിയയിൽ വരുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഇപ്പോൾ 100 വീടുകൾ അടുത്ത മാസം വിട്ടുകൊടുക്കാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ് എന്നാണ് അറിയപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ ഈ കമ്പനിയിൽ തന്നെ 5 ഡയറക്ടേഴ്സും അങ്ങനെയൊക്കെ ആയി, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് സൂപ്പർവൈസർമാരും, ഓരോ വർക്കിന് സൂപ്പർവൈസർമാരും, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഓരോ വർക്കുകൾ നടക്കുന്നത്. പിന്നെ അവർക്ക് കൊടുത്താലും മതി വരില്ല, കാരണം അവർക്ക് പോയ ജീവന് പകരം ഒന്നും ആവില്ല. എന്നാലും ഒരു ഗവൺമെൻറ് ഈ ഒരുപാട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ അവരൊക്കെ ഇവിടെ ഓരോ ഏരിയയിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർക്കൊക്കെ വീടുകളിലേക്ക് താമസം മാറാൻ പറ്റും. എത്ര മാറിയാലും ഒക്കെ ചെയ്താലും അവർക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ ആർക്കും പറ്റൂല. എന്നാലും അവർക്കൊരു ആശ്വാസം എന്ന രീതിയിൽ അവർക്ക് സ്വന്തമായി ഒരു വീട് എന്നൊരു കാര്യം മാത്രമേ ഇപ്പോൾ നടത്താൻ പറ്റൂ. ആ ഒരു കാര്യത്തിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വീടാണ്. നമുക്കറിയാം, ഇതിൻ്റെ ഫില്ലറൊക്കെ നോക്കിയാൽ അറിയാം, ഇത് താഴ്ന്ന് തന്നെ പുട്ടിങ് കിട്ടത് ഫില്ലർ വെച്ച് ഓരോ വാർപ്പുകളുടെ നിങ്ങൾ മൊത്തം നോക്കിയാൽ അറിയാം, എല്ലാം ഫില്ലറും ബീമും ഒക്കെ കോൺക്രീറ്റിൽ ചെയ്ത് ബ്രിക്സ് കൊണ്ട്, വെള്ളത്തിൽ ഇറക്കിയ ബ്രിക്സ് കൊണ്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി വർക്കാണ്. എങ്ങനത്തെ മഴയോ കാര്യങ്ങളോ വന്നാലോ ഒന്നും ആവാത്തൊരു വർക്കാണ്. അപ്പോൾ ഇതിൽ വരുന്ന 2 ബാത്റൂമാണ്. രണ്ടും ഒരു അറ്റാച്ച്ഡും ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമുകൾ, 2 സിങ്കുകൾ, 2 ബേസിന്, അത്യാവശ്യം ചൂടുവെള്ളത്തിൻ്റെ 2ലും ഹീറ്റർ സൗകര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള 2 ബെഡ്റൂമും, ഹാള്, കിച്ചണ്, അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, വർക്ക് ഏരിയ അടങ്ങിയ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒരു വീടാണ്. അപ്പോൾ ബാക്കിയുള്ള ഓരോ പ്രദേശങ്ങളും നമുക്ക് സൈഡിലൊക്കെ കണ്ടാൽ അറിയാം, ഒരുപാട് വീടുകളാണ്. ഓരോ വീടുകൾക്കും പക്ഷേ എല്ലാ വീടുകളും സെയിം തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇതിൻ്റെ കമ്പിപ്പണി കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നുണ്ട്. ഇത് സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ, പിന്നെ ഇതിൻ്റെ ബ്രിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നിർമ്മിക്കുന്നത്. പിന്നെ വേറെന്താ പറയേണ്ടത്, വർക്കേഴ്സിൻ്റെ എല്ലാ വണ്ടികളാണ്. കാരണം ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു സോണിലേക്കോ ഒരു സ്റ്റോറിലേക്കോ മറ്റേ പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒരുപാട് 2000-ൽ പരം ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് സേഫ്റ്റി, മെഡിക്കൽ ഒക്കെ ആവശ്യമാണ് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ. സേഫ്റ്റിയുടെ ഒരു ക്ലാസ് തന്നെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും ഒരു നല്ല കമ്പനിയുടെ വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സിമെൻറ്റ് ഗോഡൗൺ തന്നെ ഉണ്ട് ഇവിടെ, കണ്ടില്ല, ഓരോ പണിക്കാർ സിമെൻറ്റൊക്കെ ഇറക്കി വെക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു വലിയ കണ്ടെയ്നറിലാണ് വരുന്നത്. പിന്നെ ഇത് സ്കൂൾ ബസ് ഇപ്പോൾ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് സംഭവം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഒരുപാട് വീടുകളുണ്ട്, ഓൾറെഡി താമസമുള്ള വീടുകളുണ്ട്. ഇതിൽ ഒരു കുറച്ച് ഏക്കർ സ്ഥലങ്ങൾ ഇവരെടുത്ത് അവിടെയാണ് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെ സ്കൂൾ ബസ്സൊക്കെ പോകുന്നത്. പിന്നെ ഇപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൊത്തം ഇങ്ങനെ ഒരു റൗണ്ട് പഠിച്ചുകൊണ്ട് വന്നത്. കാണുന്നതിലുള്ള കിണ്ടൽ കണക്കിലാണ് കമ്പുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് ഒരു സാധനം പുറത്തൊന്നും പോലെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ എല്ലാവർക്കും ഹെൽമെറ്റ്, ജാക്കറ്റ്, ഷൂ ഇതൊക്കെ നിർബന്ധമാണ് വർക്കേഴ്സുമാർക്ക്. അത് തന്നെയാണ് സേഫ്റ്റി അവർ നോക്കുന്നുണ്ട്. ഇതൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വീട്. ഒരുപാട് എഞ്ചിനീയർസ്, സൂപ്പർവൈസർമാർ ഒക്കെ. പിന്നെ ഭക്ഷണം അങ്ങനെ അവിടെ ഓരോരോ സോണിൽ 2 സ്ഥലത്തൊക്കെ ആയിട്ട് ഭക്ഷണങ്ങളുണ്ടാവും. JCBയിലാണ് കട്ടകളൊക്കെ കൊടുന്ന് ഇറക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലൊന്ന് ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കുന്നത്. മൊത്തം കാണിക്കുകയാണ്. ഇതാണ് പിന്നെ ഒരു സോണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ ചെയ്തിട്ട് കാണിക്കുന്നതാണ്. ഈ മലയുടെ കുറച്ചപ്പുറത്താണ് മറ്റേ സോണ് കാണുന്നത്. അവിടെയും ഒരുപാട് വീടുകൾ കാണുന്നുണ്ട്. ഞാൻ തന്നെ ഇതിൻ്റെ 5 സോണ് കണ്ടിട്ടില്ല. ഞാൻ ഒറ്റൊരു സോണേ കണ്ടിട്ടു. ആ സോണിൽ നിന്നിട്ടാണ് ഈ ബാക്കിയുള്ള സോണുകളുടെ വീഡിയോ ചിത്രീകരിച്ചത്. ഇതിൻ്റെ മൊത്തം ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ ഒരു റൗണ്ടപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ടോട്ടലി അടുത്തടുത്തടുത്തടുത്ത വീടുകളായി ഇങ്ങനെ പോകും. ഇതിങ്ങനെ ഓരോ ലൈനുകളായി അങ്ങോളം താഴോളം പോകും. എല്ലാ വീടിൻ്റെ താഴോട്ട് ഇതുപോലെ ഇങ്ങനെ പോകും. ഓരോ ലൈനും നിങ്ങൾ നോക്കിയാൽ അറിയാം. എല്ലാ വീടിൻ്റെ താഴോട്ട് ഇതുപോലെ 5-6 വീടുകളുണ്ടാവും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വീടുകൾ. അതുകൊണ്ടോ ഇതിൻ്റെ താഴത്തെ പോയി ഒരു 6 വീടുകൾ ഒരു ലൈന് ഇതുപോലെ എല്ലാ ലൈനിലും ഇതുപോലെ വരും. നമുക്ക് കുറച്ചുകൂടി അങ്ങ് പോയി നോക്കാം. ഓക്കെ. പിന്നെ JCBയും അതും എല്ലാ കാര്യങ്ങളും എല്ലാ കമ്പനീൻ്റെ. പിന്നെ ഇവിടെ നല്ല ഭക്ഷണം കേട്ടോ. കമ്പനീൻ്റെ കണക്കിൽ തന്നെ നല്ല ഭക്ഷണം, താമസ സൗകര്യം, 3 നേരം ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കമ്പനി തന്നെ. വർക്കറിനെ പൊന്നു പോലെ നോക്കുന്ന കമ്പനിയാണ്. എന്തായാലും അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഓക്കെ. നമ്മൾ ആദ്യമൊക്കെ ചുരൽമല എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം വേണോ വേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയിട്ടാകുമ്പം നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണം, എല്ലാ കാര്യങ്ങളും, ഓവർ ടൈം എടുക്കുന്നത് അതിനൊരു കുഴപ്പമില്ല. എല്ലാത്തിനും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസുള്ള കമ്പനിയാണ്. ഞാനിപ്പോൾ ഇതിൽ കാട്ടിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു വീടിൻ്റെ ഏകദേശം സ്ട്രക്ചർ വർക്ക് അത്യാവശ്യം കഴിഞ്ഞൊരു വീടിൻ്റെത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു ഫൈനൽ നമുക്കൊരു ഡെമോ വീടിൻ്റെത് പിന്നെ ഞാൻ എന്തായാലും ഇതിൻ്റെ പിറകെ തന്നെ കാണിച്ചു തരാം. ഇത് ആദ്യം ഒരു സിറ്റ് ഔട്ട്. ഇവിടുന്ന് നമ്മൾ കയറിയാൽ ഫ്രണ്ട് ഡോർ കഴിഞ്ഞ് നേരെ ഒരു വലിപ്പമുള്ള ഹാള്. ഈ ഹാളിൽ ഇത് പാർട്ടീഷൻ ആവേണ്ടതേ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഹാളിൽ തന്നെ. അതിനുശേഷം ഇവിടെ ഒരു ബെഡ്റൂമ്, നല്ല വലിപ്പമുള്ള ബെഡ്റൂമ്, ഏകദേശം 12 ഒരു ബെഡ്റൂമ്. ഇവിടെ 2 ബാത്റൂമുകൾ. ഇത് സെൻറ്റർ ഹാള് കെട്ടേണ്ടതേ ഉള്ളൂ. ഇവിടെ ഒരു ബെഡ്റൂമ്. അതിനുശേഷം ഇവിടെ ഒരു കിച്ചണിലെ സിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഇത് ഒരു വർക്ക് ഏരിയ. ഇതൊക്കെ പ്ലംബിംഗ് വർക്കൊക്കെ ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അത്യാവശ്യം അടുത്തടുത്ത് തന്നെ എല്ലാം അടുത്തടുത്തായിട്ട് വീടുകളിങ്ങനെ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സെറ്റപ്പോട് കൂടി ചുറ്റും മതിലും ഇതിലൊക്കെ മതിൽ വരും. അപ്പോൾ മതിലൊക്കെ ആയ വീടുകൾ കാട്ടിക്കാം. ഓക്കെ. ഇനി കുറച്ചുകൂടി അങ്ങോട്ട് പോകാം നമുക്ക്. ഫിനിഷിങ് വീടിൻ്റെ ഒരു ഏകദേശം ഓൾമോസ്റ്റ് ഫിനിഷിങ് ഓട് വെച്ചാലായി ഇതിൽ. അപ്പോൾ ഏകദേശം ഫിനിഷിങ് വീട് ഈ ഒരു മോഡലിലായിരിക്കും ഫൈനൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ വീട് തന്നെ ഉണ്ട്. അത് കുറേ ദൂരം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ഓരോ സോണിൽ 5 സോണുകളുണ്ട്. അപ്പോൾ 5 സോണുകളായിട്ട് തിരിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ഓരോരോ കിലോമീറ്റർ ദൂരം വരെ നടക്കേണ്ട ഒരു ഇതുണ്ട്. കറക്റ്റ് ഇത് കൽപ്പറ്റ ടൗണിൽ തന്നെയാണ്. ബൈപ്പാസ് റോഡിന് അടുപ്പിച്ചിട്ടാണ് ഒരു സാധനം വരുന്നത്, എല്ലാം വീടുകൾ വരുന്നത്. ചുരൽമലന്ന് ഒരുപാട് ദൂരമാണ്, ഏകദേശം 10 കിലോമീറ്റർ വരെ ദൂരമാണ്. ഇവിടെ വരുന്ന ഒരുപാട് വീടുകൾ ഏകദേശം ഫിനിഷിങ് ഘട്ടത്തിലുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയാം ഇവിടെ തന്നെ നമുക്ക് എല്ലാം ഇതിൻ്റെ കട്ടകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കലാണ്. വേറൊരു മോഡൽ വീടാണ് ഈ കാണുന്നത്. ഏകദേശം വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയ വീട്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് അതിൻ്റെ ബാക്ക് സൈഡാണ് ഈ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് കൂടി ഒന്ന് കാട്ടിക്കാം. ശരിക്കും കിതക്കുന്നുണ്ട്, കാരണം ഒരുപാട് നടക്കുന്നതുകൊണ്ട് നല്ല കിതക്കുന്നുണ്ട്.
എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്കൊന്ന് എന്തായാലും കാട്ടിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം. പിന്നെ അല്ല ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ എല്ലാം കൂടിയ ഒരുപാട് ട്രാപ്പുകളൊക്കെ ഉള്ള പ്ലംബിങ്ങാണ്. എൻ്റെ വർക്കായതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിച്ച് പറയുന്നത്. പിന്നെ അതായത് കണ്ടല്ലോ വീടിൻ്റെ ഏകദേശം വീടിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ വീടാണ്. അപ്പോൾ ഇതൊന്ന് കാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര നടന്ന് വന്നത്. ഇതാണ് ഒരു ഫിനിഷിങ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 2-3 വീടുകൾ ഏകദേശം പണി കഴിയാറായിന്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് 1-2 വീടുകളല്ല, ഒരുപാട് ഈ ഒരു സോൺ 1-ൽ തന്നെ 150-ന് മുകളിൽ വീടുകളുണ്ട്. ഇതുപോലെ 5 സോണുകളുണ്ട്. മൊത്തം ഇവർ പറയുന്ന 410 വീടുകൾ എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ ULCC കമ്പനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കുള്ള കമ്പനിയാണ്, വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, എത്രയും വേഗം വീടുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഏരിയ ഒന്ന് കാണാം. ജസ്റ്റ് ഞാൻ വോയിസ് ഒന്നും ഇടുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി മറ്റ് സോണുകൾ ജസ്റ്റ് ലോങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാട്ടിക്കാം. ഓക്കെ, ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഒറ്റൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. മൊത്തം കോൺക്രീറ്റ് ഉണ്ടാകുന്നതിൻ്റെ ബെൽറ്റും ബീമും ഒക്കെ എല്ലാം കോൺക്രീറ്റ് ബെൽറ്റുകളാണ്. അത് നല്ല ഉറപ്പുള്ള നല്ല ഒരു 2 ഫീറ്റൊക്കെയുള്ള നല്ല ബെൽറ്റും അതേപോലെ ഓരോ ബീമും ഒക്കെ കണ്ടാലറിയാം കൃത്യമായി കോൺക്രീറ്റ് കൊണ്ട് എല്ലാം കോൺക്രീറ്റ് നിർമ്മിത വീടെന്ന് തന്നെ പറയാം. സാധാരണ ഒരു കോൺക്രീറ്റ് നിർമ്മിത വീടും മൊത്തം ചെങ്കല്ല് കൊണ്ട് സാധാരണ കെട്ടി മുകളിൽ മാത്രം വാർപ്പായിരിക്കും. ഇതങ്ങനെയല്ല, നല്ല അടിയുറപ്പുള്ള കൃത്യമായി ഒരു പ്ലാനിംഗ് കോഡ് കൂടിയ ഒരു വീടാണ്. ULCC എന്ന് പറയുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും നല്ല ഒരു വർക്കാണ്. കാരണം നമുക്കറിയാം കാസർഗോഡ് ടു മാംഗ്ലൂർ വരെ ULCCൻ്റെ ആയിരുന്നു 6 വരിപ്പാത. ഒറ്റ തൂണ് കൊണ്ടാണ് 6 വരിപ്പാത ചെയ്തത്. അപ്പോൾ പിന്നെ ഈ വർക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ വർക്കുകളും നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.